ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദാമ്മ ആ ഓട്ടോറിക്ഷയിൽ കയറണം കേട്ടോ. ഈ സമയമൊക്കെ നന്നായി നല്ല ഇടി പൊട്ടുന്നുണ്ട്, നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. എന്നാൽ ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, എൻ്റെ വണ്ടി എപ്പോഴാണ് നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഊടുവഴിയുണ്ട് അതിനെ പോവാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ശാരദാമ്മ പറയണേ, എന്തായാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി, അവൾ വേദന കൊണ്ട് പുളയാണെന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ എത്തിക്കാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവർ ആ ഒരു ഊടുവഴിയിൽ യാത്രയാവുകയാണ്. പിന്നീട് കുറച്ചങ്ങ് എത്തുമ്പോഴേക്കും ഷാലിനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന വരികയാണ്. അമ്മേ എനിക്ക് പറ്റുന്നില്ല, അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഷാലിനി കരയുമ്പോൾ ശാരദമ്മ പറയാണ്, മോളെ നീ സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഇപ്പോൾ എത്തും, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഡ്രൈവർ പറയുന്നുണ്ട്, എന്തായാലും കുറച്ചും കൂടി അങ്ങ് ഓടാനുണ്ട്. അപ്പോഴേക്കും ശാരദാമ്മ പറയും, ഒന്ന് സ്പീഡിൽ വണ്ടി എടുക്കുമോ. അപ്പോൾ ഡ്രൈവർ പറയാണ്, ഇത് ഇനി മേലെ സ്പീഡിൽ ഇനി പോകാൻ കഴിയില്ല, ഇതിലെടുക്കാവുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതൊരു ഓട് വഴിയാണ്, കച്ചറ റോഡാണ്, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിയുന്നതും എത്തിക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോഴും ഷാലിനി ഇങ്ങനെ വേദന കൊണ്ട് പൊളയാണ്, നല്ല ഇടിയും പൊട്ടുന്നുണ്ട്. ഇതേ സമയം ഷാമയാണെങ്കിലോ എൻ്റെ കുഞ്ഞേച്ചി ആ ഒരു ഹോട്ടലിൽ കിടന്ന് ഉരുളാണല്ലോ, ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കാൻ പോലും എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ, അമ്മ ചാവി കണ്ടിട്ടുണ്ടാവുകയാണാവോ, എനിക്ക് പേടിയാവുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണിൽ വെള്ളം ഇങ്ങനെ നിറയുമ്പോൾ അത് സത്യമ്മ ഗ്ലാസ്സിലൂടെ കാണും കേട്ടോ. അങ്ങനെ സത്യമ്മ, എന്തിനാ ഷാമയെ പേടിക്കുന്നത്, ഇങ്ങനെ പേടിയൊന്നും വേണ്ട, നിൻ്റെ മുഖത്ത് നല്ല പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടല്ലോ, എന്തിനാ അങ്ങനെ പേടിക്കുന്നത്, അതൊന്നും വേണ്ട. ഒരു സ്ത്രീ പ്രസവിക്കുന്നതും ആ കുഞ്ഞിനെ കാണുന്നതിനോട് കൂടിയിട്ട് ഏതൊരു പെണ്ണിൻ്റെയും വിഷമം അപ്പം മറക്കും, അത്രയേ ഉള്ളൂ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സത്യമ്മ കൊണ്ടുപോകണം കേട്ടോ. അപ്പോഴും ഷാമക്ക് ആ വാക്കുകളിലൊന്നും ആശ്വാസമാവുന്നില്ല. കാരണം തനിക്ക് കുഞ്ഞില്ല, കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞേച്ചി തൻ്റെ കൂടെ വേണം, എങ്കിലല്ലേ സത്യമ്മക്ക് മുന്നിൽ കുഞ്ഞേച്ചി ഉണ്ടാവുള്ളൂ. കുഞ്ഞേച്ചിയാണെങ്കിൽ അവിടെ കിടന്ന് വേദന അനുഭവിക്കുന്നു, എന്നാൽ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്നു, എങ്ങനെ കുഞ്ഞേച്ചിയെ രക്ഷിക്കും, അമ്മ കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ആ ഒരു പരിഭ്രാന്തിയിലാണ് ഷാമ പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ഈ ഊടുവഴിയിലൂടെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴും ഷാലിനി ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്, കരഞ്ഞ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അമ്മയെ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഡ്രൈവറുടെ കൈ പോലും വിറച്ച് തുടങ്ങുകയാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി വരികയാണ്. സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഇടി കാണിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഇടിമുഴക്കവും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം മഴയുടെ ലക്ഷണമുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മഴയേറ്റ് പെയ്ത് കഴിഞ്ഞ വണ്ടിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും വണ്ടി അങ്ങ് ഓഫാവാണ് കേട്ടോ. അതോടുകൂടി ശാരദാമ്മ ചോദിക്കും, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ വണ്ടി ഇടയ്ക്ക് ഓഫാവുന്നു, എനിക്കറിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടി ഓൺ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ച് നോക്കൂ കേട്ടോ. പക്ഷെ ആ വണ്ടി ഓണാവില്ല, എത്ര ശ്രമിച്ചിട്ടും വണ്ടി ഓണാവില്ല. അപ്പോഴേക്കും ഷാലിനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഷാലിനി പറയണ, അമ്മയെ ഞാൻ ചത്തുപോകും, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഞാൻ മരിച്ചു പോകും, എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ അമ്മേ, എനിക്ക് കഴിയുന്നില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോൾ, മോളെ നീ എന്നെയും കൂടിയും ടെൻഷനാക്കല്ലേ, നീ സമാധാനപ്പെടുവല്ല, വണ്ടിയും കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ ഓട്ടോയിൽ നിന്ന് ശാരദാമ്മയും ഷാലിനിയും കൂടി ഇറങ്ങാനായിട്ട്. ഈ സമയം ഷാലിനിക്കൊന്നും നിൽക്കാൻ പോലും ആവതില്ല, അത്രയും ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ കിടന്ന് പിടയാണ്. അപ്പോഴായിരിക്കും ഡ്രൈവർ പറയുന്നത്, എന്തായാലും ഞാനൊരു വണ്ടി വരുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നിന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ജീപ്പ് ആ വഴി വരികയാണ് കേട്ടോ. അപ്പോൾ അത് വരുന്നത് വിഷ്ണു ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഷാലിനിക്കും ശാരദാമ്മക്കും അറിയില്ല അത് വിഷ്ണു ആണെന്ന് കേട്ടോ. അങ്ങനെ ഈ ഡ്രൈവർ കുറച്ച് മുന്നിലോട്ട് അങ്ങ് നീങ്ങി നിന്നിട്ട് വിഷ്ണുവിനെ കൈ കാട്ടോ. അപ്പോൾ ഈ സമയമൊക്കെ വിഷ്ണുവിനാണെങ്കിൽ ഷാലിനിയെ കണ്ട ആ സങ്കടത്തോടു കൂടി വരികയാണ്. തൻ്റെ മുന്നിൽ നിന്നിട്ടും അവളെ ഒന്ന് തൊടാനോ തനിക്കൊന്ന് പിടിക്കാനോ ഒരു ഉമ്മ നൽകാനോ ഒന്നും കഴിഞ്ഞില്ലല്ലേ ഈശ്വര, എന്തൊരു ജീവിതമാണ് എൻ്റെ, എന്തൊരു നരക ജീവിതമാണ് എനിക്കിനി ഈ ഒരു പ്രസവത്തോട് കൂടിയിട്ടല്ലേ എൻ്റെ ഷാലിനിയെ എൻ്റെ അമ്മ എൻ്റെ കൈക്കുള്ളിലാക്കി തരുള്ളൂ എന്നുള്ള വേദനയോടുകൂടി ഏറ്റായിരിക്കും കേട്ടോ വിഷ്ണു വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഈ വണ്ടിയുടെ മുന്നിൽ ഇയാൾ വന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നത് കാണുമ്പോൾ വിഷ്ണു എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ മൈൻഡൊക്കെ വേറൊരു ഇതിലോട്ടാണ്, ഷാലിനിയെക്കുറിച്ച് ഓർത്തിട്ടാണ് കേട്ടോ. ഷാലിനിയുടെ കണ്ണ് നിറയുന്ന വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ വിഷ്ണുവിന് പറയാതെ അറിയുന്നുണ്ട് കേട്ടോ ഷാലിനിയുടെ വിഷമം. അങ്ങനെ വിഷ്ണു ഈ വണ്ടി കൈ കാണിക്കുമ്പോൾ എന്താ ചേട്ടാ എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടി ഒരു അമ്മയും വേദന കൊണ്ട് അവിടെ പുളയുന്നുണ്ട്, പ്രസവ വേദനയാണ്, ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, എൻ്റെ വണ്ടി കേടായി, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കുമോ,
ദയവ് ചെയ്തൊന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ശാലിനി പറയാം, സോറി വിഷ്ണു പറയാം, അതിനെന്താ ഞങ്ങൾ ഞാൻ സഹായിക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു പറയണേ എവിടെയാണ് അവർ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവരെ കാണിച്ചു കൊടുക്കാൻ പറയാം കേട്ടോ. ഈ സമയം അയാൾ വാ നീ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടി എടുക്കാൻ പറയണ. അങ്ങനെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ തൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ. അതായത് ശാലിനിയുടെയും ശാരദാമ്മയുടെയും മുഖത്ത് ഈ വിഷ്ണുവിൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ ചെമ്പി പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു അവരെ നോക്കുന്നില്ല. വിഷ്ണുവിൻ്റെ മൈൻഡ് ശാലിനിയുടെ ആ സങ്കടവും വിഷമമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അടുത്തെത്താൻ നേരമാകുമ്പോഴേക്കും ശാരദാമ്മ ഈശ്വര വരുന്നത് വിഷ്ണു ആണല്ലോ എന്ന് പറയുമ്പോൾ ശാലിനി അമ്മേ നമ്മളെ ഇതുവരെയും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതാരും അറിയാതിരിക്കാനും നമ്മുടെ ശ്യാമമോളുടെ ജീവിതം തകരാതിരിക്കാനല്ലേ. ഈ അവസാന ഘട്ടത്തിൽ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ എന്ത് ചെയ്യും, തൻ്റെ മകളുടെ ഷാളിൻ്റെ തുമ്പെടുത്തിട്ട് ശാലിനിയുടെ മുഖം അങ്ങ് മറച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയം ശാരദാമ്മ എന്ത് ചെയ്യും, തൻ്റെ സാരിയുടെ തുമ്പെടുത്ത് തൻ്റെ മുഖം അങ്ങ് മറച്ചു പിടിച്ച് തൻ്റെ മകളെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കണം കേട്ടോ. ഇതേ സമയം വിഷ്ണു അവിടെ വണ്ടി നിർത്തിയിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ വിഷ്ണു പറയാം അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കെന്ന് പറയണം. അങ്ങനെ ഈ ഡ്രൈവറും ശാരദാമ്മയും കൂട്ടിയിട്ട് ശാലിനിയെ ആ വണ്ടിക്കുള്ളിൽ കയറ്റണം. അപ്പോഴും വിഷ്ണു ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇതാരാണെന്ന് കാണാൻ നിൽക്കുക ഒന്നും ചെയ്യില്ല. വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ ഇതായിരിക്കും കേട്ടോ. ശാലിനി എന്നെ കണ്ടപ്പോൾ ആ ഡോർ ലോക്ക് ചെയ്തെന്ന് അവളെ ഒരു നോക്ക് പോലെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിക്കണം. അപ്പോഴാണെങ്കിലോ ശാലിനി വേദന കൊണ്ട് ഇങ്ങനെ ഞരങ്ങാണ് കേട്ടോ. സൗണ്ട് പുറത്തുണ്ടാക്കില്ല. ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ഞരങ്ങാണ്. തൻ്റെ വായിൽ ഇങ്ങനെ കൈയും പിടിച്ചിട്ടുണ്ട്, മുഖം മറച്ചു പിടിച്ചിട്ടുണ്ട്. ശാരദാമ്മയാണെങ്കിലോ ഇങ്ങനെ കൈകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. മോളെ എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ വിഷ്ണു ഈ ഒരു ഞരക്കം കേൾക്കുമ്പോൾ വിഷ്ണു പറയാണ് ശാലിനിയോടും ശാരദാമ്മയോടും നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടിയുടെ ഭർത്താവൊന്നുമില്ലേ, എന്തായാലും ഭർത്താവില്ലെന്ന് കരുതിയിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാൻ നിങ്ങളെ കറക്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചു തരാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, കുട്ടിക്ക് ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഈ ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്. അപ്പോൾ വിഷ്ണു പറയാണ് എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ശ്യാമ, അവൾക്കും ഇതേപോലെ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഗർഭത്തിൻ്റെ വില എന്തെന്ന് നന്നായി അറിയാം, ഞാനും ഇതേ ഒരു സാഹചര്യത്തിൽ കടന്നു പോയ ആളാണ്. എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, എൻ്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനിക്ക് സങ്കടം സഹിക്കുന്നില്ല കേട്ടോ. വിഷ്ണുവിൻ്റെ ആ കെയറിങ് കാണുമ്പോൾ തൻ്റെ ഭാര്യയാണ് പിറകിലിരിക്കുന്നത്, തൻ്റെ കുഞ്ഞാണ് ഈ പിറകിലിരിക്കുന്നത്, ആ ഒരു മാനസികാവസ്ഥ ശാലിനിക്ക് വല്ലാതെ വേദനയാവാണ്. വിഷ്ണുവേട്ടൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വിഷ്ണുവേട്ടനോടെ മുന്നിൽ മുഖം മറച്ചിരിക്കാനല്ലേ കഴിയുന്നുള്ളൂ, വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ, പക്ഷെ അത് വിഷ്ണുവേട്ടനോട് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലേ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ശാലിനി ഇങ്ങനെ ഇതാവുകയാണ്. എൻ്റെ ഒരു മാനസികാവസ്ഥ ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ, ഒരു കുടുംബം മൊത്തം സത്യഭാമ തകർക്കും, അതുകൊണ്ടാണ് സത്യഭാമക്ക് ഇടയിൽ ഞാൻ ഇങ്ങനെ കളിക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് കേട്ടോ. മനസ്സുകൊണ്ടാണ് പറയുന്നത്. ഇതേ സമയം ശാരദാമ്മയാണെങ്കിലോ ദൈവത്തിൻ്റെ ഓരോ കളികൾ ഇവളെ കൊണ്ടുപോകുന്നത് വിഷ്ണുമോഹൻ തന്നെയാണ്. വിഷ്ണുമോഹൻ തന്നെ ദൈവം അവളെ കൊണ്ടുപോയിപ്പിച്ച് അവളെ ഹോസ്പിറ്റലാക്കുന്നതും വിഷ്ണുമോഹൻ തന്നെ. എന്താണ് ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ കണ്ണു നിറച്ച് പറയുമ്പോൾ വിഷ്ണു പറയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനൊപ്പം ഉണ്ടാവും, നിങ്ങളുടെ പ്രസവം കഴിയുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട, പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യാമ്മയും രോഹിത്തും ശ്യാമയും കൂടി ഇങ്ങനെ യാത്രയാവുക തന്നെയാണ്. അവർ ഹോസ്പിറ്റലിൻ്റെ പടി എത്തി തുടങ്ങി. അങ്ങനെ അവരവിടെ ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷേ ഇറങ്ങുമ്പോഴൊക്കെ ശ്യാമയുടെ മനസ്സും ശരീരവും ഒക്കെ ശാലിനിയുടെ കൂടെ കുഞ്ഞേച്ചി ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ നിന്ന് എടുത്ത് കുഞ്ഞിനെ കൊടുക്കും എന്ന ആ വേവലാതിയൊക്കെയാണ് കേട്ടോ. ആ ടെൻഷനോട് കൂടി ശ്യാമ അങ്ങനെ പടി കയറുകയാണ്. അപ്പോൾ എന്താ മോളെ നിനക്ക് ഇത്ര ടെൻഷൻ, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഗർഭിണികൾക്ക് ഇങ്ങനെ ടെൻഷനൊന്നും പാടില്ല, സന്തോഷമാണ് വേണ്ടത്, കുറച്ച് വേദന സഹിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും തൻ്റെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്ന ആ സന്തോഷത്തോടു കൂടി കയറി വാ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുമായി സംസാരിക്കാനായിട്ട്. അപ്പോൾ ശ്യാമയോട് ചോദിക്കും നീ എന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്, സത്യാമ്മ പറഞ്ഞിട്ടാണ്. അപ്പോൾ ശാലിനിയെ ഒന്ന് ചോദിച്ചോടെ തന്നെ പറയും ശാലിനി കുഞ്ഞച്ചിക്ക് തീരെ വയ്യ, കുഞ്ഞച്ചിക്ക് സുഖമില്ലാതെ അവിടെ കിടന്ന് പൊളയുന്നുണ്ട്, പക്ഷേ സത്യാമ്മ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താനോ എനിക്ക് കൂടെ വരാനോ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന
പിന്നെ ഡോക്ടർ പറയാണ് ശാലിനിയെ ഇതുവരെ കണ്ടില്ല, ശാലിനി ഇത് ചെക്കപ്പിന് പോലും ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളുടെ പ്രസവം വേദനയുണ്ടെങ്കിൽ ഇന്നുണ്ടാവും, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ പറയൂ എന്ന് പറയുമ്പോൾ ക്ഷാമ പറയാണ് എനിക്കൊന്ന് വിവരം തിരക്കാനോ ഒന്നിനും യാതൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ കയറി വരുന്നത് ആ സിസ്റ്റർ ഉണ്ടല്ലോ സുസ്മിത, പൈസ കൊടുത്ത് വെച്ചിരിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്റർ കാണാണ്. ആ സിസ്റ്റർ സുസ്മിതയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ സുസ്മിത ചോദിക്കുമ്പോൾ എന്താ സിസ്റ്റർ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, അതെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്, ഇവിടെ ആ ശ്യാമ വന്നിട്ടുണ്ട്, അബോഷനായ പെണ്ണാണ്, എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അറിയില്ല, അവൾക്ക് വയറൊക്കെ കാണാനുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ അവൾ വയറ് കെട്ടി വന്നിരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ സുസ്മിത പറയണേ എന്നാൽ ഇതിൻ്റെ ഈ നാടകം ഞാൻ പൊളിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഈ ഹോസ്പിറ്റലിലോട്ട് തിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനിയും ശാരദാമ്മയും വിഷ്ണുവും ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അപ്പോഴും നല്ല ഇടിയുണ്ട് കേട്ടോ. വിഷ്ണു ഓരോ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോഴും നല്ല ഇടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ വിഷ്ണു ആ ശാലിനിയെ കണ്ട ആ മൈൻഡൊക്കെ മാറിയിട്ടോ. ഈ വേദന സഹിക്കുന്ന ആ പെൺകുട്ടിയുടെ ആ ഒരു ഇതൊക്കെയാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ വരിക. അങ്ങനെ വിഷ്ണു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഷ്ണു ഇവരുടെ ഡോറിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗ്ലാസ്സിലൂടെ പറയാണ്, അതെ നിങ്ങളിവിടെ ഈ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വീൽചെയർ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഈ ഡോറിങ്ങ് തുറക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല, ആ ഹോസ്പിറ്റലിന് പുറത്തല്ലേ. അങ്ങനെ വിഷ്ണു ഈ ശാരദാമ്മയുടെയും ശാലിനിയുടെയും ഡോറ് തുറക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ.